പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ട് LDF CPM ലോക്കൽ സെക്രട്ടറി PC പൗലോസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും 16-ാം തീയതി നടക്കുന്ന കൺവെൻഷൻ, ആ കൺവെൻഷനകത്ത് നമ്മൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ നിലവിൽ ഇപ്പോ ഫീൽഡിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ നേരത്തെ ഒരാഴ്ച മുമ്പേ നമ്മൾ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കി ഐക്യത്തോടു കൂടി നമ്മുടെ ഈ പാർട്ടി, നമ്മുടെ ഈ സംവിധാനം, മുന്നണി സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ എതിർവശത്ത് അങ്ങനെ സംഭവില്ല. ഒരു സ്ഥാനാർത്ഥികളെ പോലും ആക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. പല സ്ഥലത്തും പല മേൽക്കോയ്മ നേടുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. ഈ പറയുന്ന പോലെ തന്നെ വീണ്ടും നമ്മുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ ഭരിക്കുമ്പോൾ 7 സീറ്റായിരുന്നു. അതിനുശേഷം 2020-25 വന്നപ്പോൾ അത് 9 സീറ്റായി. ഇപ്പൊ 13 14 സീറ്റായിട്ട് നിൽക്കുമ്പോൾ 9 സീറ്റിൽ നിന്ന് വർദ്ധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് വരുന്ന തരത്തിലേക്ക് ഒരു സമീപനം സ്വീകരിക്കുന്നതോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ. നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രകടന പത്രിക നമ്മൾ പറഞ്ഞിട്ടുള്ള 95% കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആകെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇന്ന് ഒരു വേദിക്കകത്ത് ചെന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ മലയാള മനോരമ പേപ്പറിനകത്ത് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വാർത്തയുടെ കുറച്ച് ആളുകൾ കമന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കമന്റ് വച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ മോഹൻചാരനായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർക്ക് ആർക്കും നമ്മൾ നടത്തിയിട്ടുള്ള ആശുപത്രിയുടെ വികസനത്തെ തള്ളി പറയാൻ വേണ്ടി അവർക്കാർക്ക് സാധിച്ചിട്ടുള്ള വാർത്ത എന്താണ്? നമ്മൾ നടത്തിയിട്ടുള്ള സ്കൂളിന്റെ വികസനത്തെ കുറിച്ച് തള്ളിക്കളയാൻ അവർക്കാർക്ക് സാധിക്കില്ല. അവർ പറയുന്ന ഒരു കോട്ടം നമ്മുടെ ഗ്രൗണ്ട് ഉണ്ടായില്ല എന്നൊരു കോട്ടം മാത്രമാണ്. ആ കോട്ടത്തിന് നമുക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. വ്യക്തമായ മറുപടി എന്ന് പറഞ്ഞാൽ അയ്യമ്പുഴ പഞ്ചായത്തിനകത്ത് 3 കളിസ്ഥലങ്ങൾ പഞ്ചായത്തിന് സ്വന്തമായിട്ടുണ്ട്. 1 ചുള്ളിയിലുണ്ട്, 2 പന്നഞ്ചിറയുണ്ട്, 3 കടക്കണാമ്പാറ കഴിഞ്ഞ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ പേരിലാക്കി കളി ഗ്രൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ, ടിജോ ജോസഫ് തുടങ്ങിയവർ മത്സരരംഗത്തില്ല. CPM ലോക്കൽ സെക്രട്ടറി PC പൗലോസാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് 12 വാർഡിലെ സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ 1-ാം വാർഡ് വെറ്റിലപ്പാറയാണ്, ജനറലാണ് ആ വാർഡ്. അവിടെ സഖാവ് ശിവാനന്ദൻ NG എഴുന്നേറ്റുന്നു. 2-ാം വാർഡ് അതിരപ്പള്ളി വെസ്റ്റ്, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഭാഗത്താണ്. നമ്മള് പഴയ 2-ാം വാർഡിൽ നിന്നും 1-ാം വാർഡിൽ നിന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വാർഡ് അവിടെ പുതിയതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച വാർഡ്. 2-ാം വാർഡ് അതിരപ്പള്ളി വെസ്റ്റ്, രേഷ്മ ഷിനോജ്. 3-ാം വാർഡ് അതിരപ്പള്ളി ഈസ്റ്റ്, ദിവ്യ ശരത്ത്. 4-ാം വാർഡ് കല്ലാല, ഗീത മുകുന്ദൻ.